പേര് വ്യക്തമാക്കാതെ പുള്ളിക്കാരത്തി പരാതി പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹണി റോസ് പേര് വ്യക്തമാക്കാത്ത സ്ഥിതിക്ക് നമ്മളും വ്യക്തമാക്കുന്നില്ല. ഇവിടെ ഹണി റോസ് പേരെന്താ വ്യക്തമാക്കാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ആരെയാണ് ഹണി റോസ് ഉദ്ദേശിക്കുന്നതെന്ന്. നടി ഹണി റോസിന്റെ ഒരു FB പോസ്റ്റ് ഉണ്ടായിരുന്നു. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരാൾ അപമാനിക്കുന്നുവെന്നായിരുന്നു ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മോശം കമന്റ് ഇട്ടവർക്കെതിരെ ഇപ്പോൾ നടി പരാതി നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നാണ് തുടർച്ചയായി പുറകിൽ നടന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരു വ്യക്തി മനഃപൂർവ്വം തന്നെ അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഹണി റോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഒരു ചടങ്ങിന് വിളിച്ചപ്പോൾ പോകാൻ വിസമ്മതിച്ചതാണ് തുടർച്ചയായി അപമാനിക്കാൻ ശ്രമിക്കുന്നതെന്നും നടി ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. തന്റെ പേര് വലിച്ചെടുത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ്. സാധാരണയായി ഇത്തരം കമന്റുകൾ അവഗണിക്കാറാണ് പതിവ്. പക്ഷേ ഇത് സ്ഥിരമാവുകയാണ്. താൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ താഴെ ഇത്തരത്തിലുള്ള ഒരു മോശം കമന്റുകൾ വരികയാണ് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹണി റോസ് 24 തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലും ഇത് കുറിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ, അതായത് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരാൾ തന്നെ അപമാനിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നടി കാണിച്ച ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തന്നെയാണ് മോശം കമന്റുകളുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയത്. ഈ മോശം കമന്റുകൾക്കെതിരെയാണ് ഇപ്പോൾ ഹണി റോസ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹണി റോസിന്റെ തീരുമാനം. ഉന്മേഷ്, PR വർക്ക് ആൾക്കാരോട് ഞാൻ പ്രത്യേകം പറയാണ്, കേസെടുത്ത് തുടങ്ങി. നിങ്ങൾ കമന്റ് ബോക്സിൽ കൊണ്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ആവേശപ്പുറത്ത് കൊണ്ട് ഇടല്. മീഡിയാസ് ആരും ആരാന്നുള്ളത് പേര് പറയുന്നില്ല. പക്ഷെ മറുനാടൻ ചാനലിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു സെക്സൽ കണ്ടന്റ് കണക്ട് ചെയ്തേ പുള്ളി പറയുള്ളൂ. അത് നമുക്കെല്ലാവർക്കും അറിയാം. പലരും അതിനെക്കുറിച്ച് വിമർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അതിനെക്കുറിച്ച് കാര്യമാക്കുന്നില്ല. പുള്ളിക്ക് അത് മനസ്സിലാവുന്നില്ല. ഇനി പുള്ളിക്ക് മനസ്സിലായിട്ടും മനസ്സിലാക്കാത്ത തരത്തിൽ നടിക്കുക പുള്ളി. നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുണ്ട്, പുള്ളിയുടെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും. പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പം ഇദ്ദേഹം പല ഡയലോഗ്സ് പറയാറുണ്ട്. ആ ഡയലോഗ്സ് ഒന്നും പുള്ളിക്കാരത്തേക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് അത് അവരുടെ മുഖം കാണുമ്പം മനസ്സിലാക്കാൻ സാധിക്കും. മുഖ്യധാര മാധ്യമങ്ങളിലും ചാനലുകളിലൊന്നും ഈ പ്രമുഖനായ വ്യക്തിയുടെ പേരോ ഈ പ്രമുഖനായ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും അവർ ഇടുന്നില്ല. കാരണം ഹണി റോസ് പേര് വ്യക്തമാക്കാത്തതാണ് കാരണം. എന്താണെന്ന് എനിക്ക് തേക്കാൻ ഇത്രയും പറഞ്ഞു, ആ പേരങ്ങ് വ്യക്തമാക്കിക്കൂടെ അവർക്ക്. അതാണ് അവർ പേര് വ്യക്തമാക്കാത്തതുകൊണ്ട് മീഡിയയും പേര് വ്യക്തമാക്കുന്നില്ല. ബോക്സിൽ കമന്റ് കൊണ്ടിടുന്ന സഹോദരന്മാരോട് പ്രത്യേകം പറയുന്ന പണി മേടിച്ചു കിട്ടും. സൂക്ഷിച്ചും കണ്ടൊക്കെ കമന്റുകൾ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.